അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണ കൂന്തളം നിറച്ചത് നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി കോഴിക്കോടൊന്നും പോയിട്ട് അതൊന്നും കഴിക്കാൻ പോണില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ കൂന്തൽ കൊടുന്നപ്പോൾ അത് വെച്ചിട്ട് ഒരു കൂന്തൽ നിറച്ചത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂന്തൽ മുറിച്ച് നല്ല വൃത്തിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് ഒന്ന് വഴറ്റി കിട്ടാനും വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം, അതുവരെ ഇതൊന്ന് വേവിക്കുകയാണ്. അങ്ങനെ സവാളൊക്കെ നന്നായിട്ട് ഇവിടെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു മുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി അതിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൂന്തളിൻ്റെ വാല് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇനി കുറച്ച് പൊടികൾ വേണം, മസാലപ്പൊടികൾ. അപ്പോൾ അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി, തക്കാളി അതൊക്കെ എടുക്കണ എത്രയാണോ അതിനനുസരിച്ച് പൊടികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഇത് ഏകദേശം ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടൊന്നുമില്ല, അതേപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവായ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ച് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കൂന്തളിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കൂന്തൾ ഇവിടെ ചെറിയ കൂന്തളാണ്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അങ്ങനെ എല്ലാ കൂന്തളിൻ്റെയും ഉള്ളിൽ ഇതാ നമ്മളിവിടെ മസാല ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഞാനിവിടെ ഒരു ഈർക്കിളിയാണ് ഇതിന് കുത്തി കൊടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് കുത്തി കൊടുക്കുക. അങ്ങനെ കൂന്തളിൻ്റെ മസാലകളെല്ലതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഇതവിടെ ആവിക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ആവിക്ക് വേവിക്കാൻ വെക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയമൊന്നും ഇത് ആവിയിലിട്ട് വേവിച്ചത്, അല്ലെങ്കിൽ അത് നമ്മളുടെ കൂന്തൾ കുറച്ച് ഉറപ്പ് വെക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ആവിയിലിട്ടുകൊണ്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് ആക്കിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കൂന്തൾ ഇതാ അവിടെ ആവിയിൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മസാലയിലിട്ടിട്ട് ഒന്ന് എല്ലായിടത്തേക്കും ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലതും ഇവിടെ മസാലയിൽ ഇതാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇട്ടിട്ട് ഇതെല്ലതും 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് തീ കുറച്ച് വെക്കണം, എന്നിട്ട് പെട്ടെന്ന് മൂടണം, അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചു. അപ്പോൾ മൂടി വെച്ചാണ്ട് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറേ സമയം ഫ്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ അത് കുറച്ച് ബലം വെക്കും.
അങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അങ്ങേപ്പുറം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂന്തൽ നിറച്ചത് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.